ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരും. പൊറോട്ട കഴിച്ചാൽ ക്യാൻസർ വരും. വെള്ളം കുടിച്ചാൽ വരെ ക്യാൻസർ വരും. നിങ്ങളിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? യൂട്യൂബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം. അതെ, നമ്മുടെ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ഒന്നാമതായി നിൽക്കുന്നത് സാക്ഷരതയിലാണ്, അല്ലാതെ ഇത്തരം വിവരക്കേടുകൾക്കല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് റിസർച്ചുകൾ വരെ ഇപ്പോൾ പ്രൂവ് ചെയ്ത് തുടങ്ങി. റിസ്ക് ഓഫ് ക്യാൻസർ വരാനുള്ള സാധ്യത റെഫ്രിജറേഷനിലൂടെ, ഫ്രിഡ്ജിൽ വെക്കുന്നതിലൂടെ കുറയുകയാണ് എന്നുള്ളത്. ഗ്യാസ്ട്രിക് ക്യാൻസർ വരാനുള്ള സാധ്യത നമ്മൾ ഫുഡ് റെഫ്രിജറേറ്റ് ചെയ്യുന്നതിലൂടെ കുറയുകയാണ് എന്നുള്ളതാണ് നമ്മുടെ റിസർച്ചുകളൊക്കെ പറയുന്നത്. അതിന് ഇനിയും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു സ്റ്റഡിയിലും ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ക്യാൻസർ വരും എന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശം ഒന്ന് അന്വേഷിച്ചൂടെ? 1913 പാവം ഫ്രെഡ് വുൾഫ് നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച് തന്ന സാധനമല്ലേ ഈ റെഫ്രിജറേറ്റർ, ഈ ഫ്രിഡ്ജ്? നമ്മുടെ അടുക്കളയിലെ ഏറ്റവും വലിയ വിപ്ലവം കൊണ്ടുവന്ന ആളല്ലേ? നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയ വിപ്ലവമായി വന്നത് ഈ ഫ്രിഡ്ജ് തന്നെയല്ലേ? ഈ കൊച്ചു ഫ്രിഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്തായാനെ? എല്ലാ നേരവും ഭക്ഷണം വെക്കുന്ന ഭക്ഷണം അടുത്ത നേരത്തേക്ക് കേടാവും എന്ന് പേടിച്ച്, അയ്യോ ഇനിയും ഭക്ഷണം വെക്കണമല്ലോ എന്നോർത്ത് എന്തോരം നമ്മൾ എനർജി വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ എത്ര പ്രിയപ്പെട്ട, എത്ര നല്ല നിമിഷങ്ങൾ നമ്മൾ അടുക്കളയിൽ ഈ പുകയത്ത് കടന്ന് പായുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഫ്രിഡ്ജ് നമ്മുടെയൊക്കെ ഒരു ലൈഫ് സേവർ തന്നെയല്ലേ? ആ ഫ്രിഡ്ജിനെ നമ്മളിങ്ങനെ തള്ളി പറയാമോ? അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിനെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് സ്നേഹിച്ചോളൂ. 2-3 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ ഫുഡ് നല്ല ഈസി ആയിട്ട് ഇരുന്നോളും കേട്ടോ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ഫ്രിഡ്ജിനെ സ്നേഹിച്ച് തുടങ്ങൂ പ്രിയപ്പെട്ട മലയാളികളെ. ഫ്രിഡ്ജിൽ എല്ലാ ദിവസവും എല്ലാ ഭക്ഷണവും കയറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണം കാരണം ക്യാൻസർ വരും എന്ന് വിശ്വസിച്ച്, അതിൽ വെച്ച് ചൂടാക്കി കഴിച്ചാൽ ക്യാൻസർ വരും എന്നൊക്കെ വിശ്വസിച്ച്, മണ്ടത്തരങ്ങളും വിശ്വസിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയാണോ? നമ്മൾ മലയാളികളല്ലേ, കുറച്ചൊക്കെ വിവരക്കേട് ആവാമെങ്കിലും ഇത്രയും വലിയ വിവരക്കേടിനൊന്നും പിടിക്കേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ്. താങ്ക് യു.